തിരുവനന്തപുരത്തെ ബി.ജെ.പി. സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സഹകരണ സംഘം വൈസ് പ്രസിഡന്റും ബി.ജെ.പി. നേതാവുമായ സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പ്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയിലാണ് ഉത്തരവിറക്കിയത്. ബാങ്ക് പ്രസിഡന്റ് RSS മുൻ വിഭാഗ് ശാരീരിക പ്രമുഖ് ജി പത്മകുമാർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. തട്ടിപ്പിലൂടെ ബാങ്കിന് 4.16 കോടി നഷ്ടമുണ്ടാക്കിയെന്നും സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, സഹകരണ വകുപ്പിന്റെ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴാണ് ഈ ഉത്തരവ് കൂടി വരുന്നത്. എന്തൊക്കെയാണ് അതിലുള്ളത്? ധന്യ, സഹകരണ ബാങ്കിലെ വലിയ തരത്തിലുള്ള തട്ടിപ്പും ഒപ്പം തന്നെ വായ്പ തിരിച്ചടക്കാത്ത വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ടാണ് തിരുമല അനിൽ എന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബി.ജെ.പി. നേതാവ് ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇടയിലാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് 43 ലക്ഷം രൂപ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ തിരിച്ചടക്കണം എന്നുള്ള സഹകരണ വകുപ്പിന്റെ ഉത്തരവ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2013 ഈ പെരിങ്ങമല സഹകരണ സംഘം അടച്ചുപൂട്ടുന്നത്. ആ ഘട്ടത്തിൽ സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എസ് സുരേഷ്. സാധാരണ നിലയിൽ ഈ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള അതിന്റെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ അവർക്ക് ലോൺ നൽകരുത് എന്നുള്ളതാണ് ചട്ടം. പക്ഷേ അത് മറികടന്നാണ് സഹകരണ ബാങ്കിലെ ഈ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ലോൺ അനുവദിച്ചത്. ആ ലോണിന്റെ തിരിച്ചടവ് ഉൾപ്പെടെ വൈകുകയും വലിയ നിരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ബാങ്ക് എത്തുകയും ബാങ്ക് പൂട്ടുകയും ചെയ്ത സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ 43 ലക്ഷം രൂപ, അതായത് ഇന്ന് 2013 മുതൽ ഉള്ള പലിശ ഉൾപ്പെടെ 43 ലക്ഷം രൂപ തിരിച്ചടക്കാൻ ആണ് നിലവിൽ സഹകരണ വകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ തിരിച്ചടക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അത് ഈ തുകയായി ഈടാക്കാനും ഒക്കെയുള്ള ഉത്തരവാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. സഹകരണ സംഘത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് RSSന്റെ മുൻ ശാരീരിക വിഭാഗ് പ്രമുഖ് ജി പത്മകുമാറാണ്. ബി.ജെ.പി. പ്രവർത്തകരും ഒപ്പം തന്നെ RSS നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. 16ഓളം പേർ ആണ് സഹകരണ സംഘത്തിലെ ഈ ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 16 ആളുകളും പലതരത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലും ഒപ്പം തന്നെ 19 ലക്ഷം രൂപയ്ക്ക് മുകളിലും ഒക്കെയായി ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അതാണ് ഈ ബാങ്കിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ മറികടന്നാണ് ഈ വായ്പ സ്വീകരിച്ചത് എന്നുള്ളതാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എസ് സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ 43 ലക്ഷം രൂപയും ഒപ്പം തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള മുൻ ശാരീരിക് പ്രമുഖ് ജി പത്മകുമാർ 46 ലക്ഷം രൂപയും ഉൾപ്പെടെ ബോർഡ് അംഗങ്ങൾ പണം തിരിച്ചടയ്ക്കണമെന്നുള്ള ഉത്തരവ് നിലവിൽ വന്നിട്ടുള്ളത്.